ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2009 ഒരു മിസ്റ്ററി സർവൈവൽ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ എ പെർഫെക്റ്റ് ഗെറ്റ് വേ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കല്യാണം കഴിഞ്ഞ പുതുജോഡികൾ അവരുടെ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി ഹവായി ദ്വീപിൽ നിന്നും ഒരു 4-5 ദ്വീപ് കഴിഞ്ഞ മറ്റൊരു ദ്വീപിലേക്ക് ഇവർ പോകുന്നു. പക്ഷെ ആ ദ്വീപിലേക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെല്ലാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഇവരെല്ലാവരും അവിടെ ചെല്ലതിന് ശേഷം അവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. ആ ദ്വീപിലെ പുതുജോഡികളെ കൊല്ലുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരിൽ നിന്നും ഇവരെങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ത്രില്ലടിപ്പിച്ച്, അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഫേവററ്റ് ആയിട്ടുള്ള ഒരുപാട് ആക്ടർമാരും ആക്ട്രസും ഈ മൂവിയിലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു ഉഗ്രൻ മൂവി. ഇതിൽ കൂടുതൽ ഞാൻ ഈ മൂവിയെ പറ്റി ഒന്നും പറയുന്നില്ല, ബാക്കി നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, കൂടാതെ ഒരു ലൈക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരു കല്യാണ സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെ വിവാഹം കഴിഞ്ഞ രണ്ടുപേര് അവരുടേതായിട്ടുള്ള ആഘോഷങ്ങളെല്ലാം നടക്കുന്നു. അതേപോലെ തന്നെ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട്. ആ സമയത്ത് കല്യാണ ചെറുക്കനാണെങ്കിലോ ഇതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ കല്യാണ പയ്യൻ ഒരു ഫിലിം സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഈ മൂവീസും മറ്റു കാര്യങ്ങളെല്ലാം എടുക്കാനായിട്ട് അത്ര ഇഷ്ടമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരു വലിയ മാപ്പ് എടുത്തു വെച്ചിട്ട് ഹണിമൂണിന് എവിടെ പോവാം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ പ്ലാൻ ചെയ്യുന്ന ദ്വീപ് ഏതാണെന്ന് വെച്ചാൽ ഹവായി എന്ന് പറഞ്ഞ ആ ഒരു ദ്വീപിൽ നിന്നും ഒരുപാട് ദ്വീപുകൾ അകലെയുള്ള മറ്റൊരു ദ്വീപാണ്. അങ്ങനെ നമുക്ക് ആ ഒരു ദ്വീപ് കാണിച്ചു തന്നതിന് ശേഷം ഭാര്യയും ഭർത്താവും, ഇതിൽ ഭാര്യനെ സിഡ്നി എന്നും അവളുടെ ഭർത്താവിനെ ക്ലിഫ് എന്ന് വിളിക്കാം. അങ്ങനെ കാറിൽ കുറെ ദൂരം പോയതിനു ശേഷം അത് കഴിഞ്ഞിട്ട് ഈ ഹവായി ദ്വീപിന്റെ മുകളിലോട്ട് തന്നെ ഹെലികോപ്റ്ററിൽ ഇവരിങ്ങനെ പോവാണ്. ആ സ്ഥലങ്ങളെല്ലാം കണ്ട് രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ക്ലിഫ് ആ ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കിടന്നിട്ട് എന്തോ സർക്കസ് എല്ലാം കാണിക്കുമ്പോഴത്തേക്കും ആ പൈലറ്റ് ഹേയ് ക്ലിഫ്, മര്യാദയ്ക്ക് അകത്തേക്കായിരിക്കോ എന്നിങ്ങനെ വാണിംഗ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ ഈ മലകൾക്ക് മുകളിലൂടെ രണ്ടുപേര് ട്രക്കിങ്ങിന് പോകുന്നു. ഇത് കാണുമ്പോഴത്തേക്കും ക്ലിഫ് പറയും, ഹേയ് ഞങ്ങൾക്കും അതുപോലെ പോകണമെന്ന് പറയുമ്പോൾ ആ പൈലറ്റ് പറയും, ഈ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ട്രക്കിംഗ് ആണ്, പക്ഷേ ഇത് ചെന്ന് അവസാനിക്കുന്ന സ്ഥലം അത്രയും ബ്യൂട്ടിഫുൾ ആയത്. അങ്ങനെ അതും പറഞ്ഞിട്ട് ഈ ഒരു ഹവായി ദ്വീപുണ്ടല്ലോ അതിന് മുകളിലൂടെ പറന്നു പോയിട്ട് ഇവർക്കെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ദ്വീപിന്റെ അപ്പുറത്തേക്ക് പോകാനായിട്ട് ഇനി വഴിയില്ല, അത് ഡെഡ് എൻഡ് ആണ്. ഒരുപക്ഷെ അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ട്രക്കിംഗ് ചെയ്ത് നടന്നു പോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ കയാക്കിംഗ് വെള്ളത്തിലൂടെ തന്നെ നിങ്ങൾ പോകേണ്ടി വരും. ഈ രണ്ട് വഴികളല്ലാതെ നിങ്ങൾക്ക് അവിടേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. കൂടാതെ നിങ്ങൾക്ക് അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റിൽ നിന്ന് പെർമിഷൻ എല്ലാം വാങ്ങണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ദ്വീപിലേക്ക് നിങ്ങൾക്ക് പോകാനും കഴിയത്തുള്ളൂ. അങ്ങനെ അത് മനസ്സിലാക്കിയ ക്ലിഫ് എന്താ ചെയ്യുന്നത് വെച്ചാൽ തിരിച്ചു വന്നിട്ട് പോകാനായിട്ടൊരു ദിവസം, അവിടെ നിൽക്കാനായിട്ടൊരു ദിവസം, അതേപോലെ തന്നെ തിരിച്ചു വരാനായിട്ടൊരു ദിവസം, ഇങ്ങനെ 3 ദിവസത്തേക്ക് പെർമിറ്റ് വാങ്ങിക്കും. അപ്പോൾ ആ ഒരു പൈലറ്റ് പറയും, സാർ എന്തായാലും നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ വരാനായിട്ട് തോന്നത്തില്ല, അതുകൊണ്ട് ഒരു 2 ദിവസം കൂടി നിങ്ങൾ എന്തായാലും വാങ്ങിക്കോ, മൊത്തത്തിൽ 5 ദിവസം. അങ്ങനെ അതും പറഞ്ഞു നിൽക്കുമ്പോൾ ഈ പൈലറ്റിന്റെ ഭാര്യ അവിടെ വണ്ടിയിൽ വരുന്നു. അതുമല്ല അവളോടൊപ്പം അവളുടെ സഹോദരനായിട്ടുള്ള സ്കല്ലിയുണ്ട്. ഈ നാട്ടിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെ എല്ലാം ഗൈഡ് ചെയ്തിട്ട് ഒരു സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കുന്നതാണ് അവന്റെ ജോലി. അങ്ങനെ അവനോട് ഇവർ പറയും, സ്കല്ലി സിഡ്നിനെയും ക്ലിഫിനെയും ആ കാറിലേക്ക് കൊണ്ടാക്ക്, അതേപോലെ തന്നെ അവരുടെ ലഗേജിൽ അവിടെ കൊണ്ടുവയ്ക്കണമെന്ന് പറയുമ്പോൾ അവൻ അതുപോലെ തന്നെ ബാഗെല്ലാം കൊണ്ടുവയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും ആ വണ്ടി എടുത്ത് ഇപ്പോൾ ഇവരുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന സമയത്താണ് അവിടെ ഒരു ന്യൂസ് പേപ്പർ കിടക്കുന്നു. അതിന് മുകളിലൂടെ ഓടിച്ചു പോകുന്നതും ആ ന്യൂസ് പേപ്പറിലുള്ള ന്യൂസ് എന്താണെന്നറിയോ? ഇവർ പോകാൻ പോകുന്ന ആ ദ്വീപിലെ കല്യാണം കഴിഞ്ഞ് 2 പേരും മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്, അതും കൊല ചെയ്യപ്പെട്ടു. അത് മനസ്സിലാക്കാതെ ഇവർ രണ്ടുപേരും കാർ ഓടിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ കുറേ ദൂരം വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 പേര് നടന്നു പോകുന്നുണ്ട്. അവർ ലിഫ്റ്റും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവർ ആദ്യം അത് മൈൻഡ് ചെയ്യാതെ മുന്നിലേക്ക് പോകുന്നതും ക്ലിഫ് പെട്ടെന്ന് വണ്ടി നിർത്തും. അപ്പോൾ സിഡ്നി പറയും, ഹേ ക്ലിഫ്, നീ എന്താ വണ്ടി നിർത്തിയേ? അവരാരാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ, ഇതെന്തായാലും ഹവായി അല്ലേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, ഇവിടെ ലിഫ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അങ്ങനെ അവർ രണ്ടുപേരും വണ്ടിയിലേക്ക് കയറ്റുമ്പോഴത്തേക്കും അതിൽ വന്നവൻ അവന്റെ ബാഗ് എടുത്ത് ഈ വണ്ടിയിലേക്ക് ഇടുന്നു. അപ്പോഴാണ് ഇവരുടെ രണ്ടുപേരുടെ പേര് നമുക്ക് മനസ്സിലാവുന്നത്, കെയിൽ ആൻഡ് ക്ലോയി. അങ്ങനെ ഷർട്ട് ഇടാത്ത കെയിൽ ഉണ്ടല്ലോ, അവൻ ഇപ്പോൾ അകത്തേക്ക് വന്നിട്ട് ഷർട്ട് ഇടുമ്പോഴത്തേക്കും അവന്റെ നെഞ്ചിൽ സാത്താന്റെ സിമ്പിളായിട്ട് എന്തോ ഒരു കാര്യം പച്ച കുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ക്ലിഫ് കാണും. അപ്പൊ ഇവർ പറയും, സോറി ഞങ്ങളിവിടെ അടുത്ത് വരെ പോകുന്നുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും കെയിൽ പറയും, നിങ്ങൾ എവിടെ വരെ പോകുന്നു അവിടെ വരെ ആക്കിയാൽ മതി, അവിടെ നിന്ന് നമ്മൾ നടന്നു പോയിക്കോളാന്ന് പറയുമ്പോഴത്തേക്കും ഇവർ പറയും, നിങ്ങളൊരു 5 മിനിറ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്തൊരു വണ്ടി വരും, അതിൽ കയറി പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് നല്ല ദേഷ്യം വരും. അപ്പൊ കെയിൽ ക്ലോയിയോട് പറയും, ക്ലോയി വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയുമ്പോൾ ക്ലോയി ഇപ്പോൾ അവരോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പക്ഷെ അവർ കേൾക്കുന്നില്ല. അപ്പോഴേക്കും കെയില്, ക്ലോയി ഇനി നീ കുറച്ചു നേരം കൂടി നിന്ന് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളെ വണ്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കുന്നു. അവളും വേറെ വഴിയില്ലാതെ വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അവരെ രണ്ടുപേരും വഴിയിൽ ഇറക്കി വിട്ട് സിഡ്നിയും ക്ലിഫും ആ കാറും എടുത്ത് നേരെ ഇവർക്ക് വരേണ്ടുള്ള ആ സ്ഥലത്തുണ്ടല്ലോ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ആ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ അവിടെ നിന്ന് ബാഗ് എല്ലാം പാക്ക് ചെയ്ത് നല്ല ഹാപ്പിയാണ്. ഇനി പോകുന്ന സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് ട്രക്കിംഗ് എല്ലാം ചെയ്തിട്ട് വരാലോ. അങ്ങനെ തന്നെ രണ്ടുപേരും അവിടെ നിന്ന് നടക്കാൻ ഇറങ്ങുന്നു. കുറേ ദൂരം നടന്നതിന് ശേഷം ഇപ്പൊ അവർക്ക് പോകേണ്ട വഴി എന്ന് പറഞ്ഞാല് ഒരു കുഴിയുടെ അറ്റം പിടിച്ചിട്ടാണ്. ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാലേ പപ്പടം പൊടിയുന്നത് പോലെ പൊടിയും. അതുകൊണ്ടാണ്
അധികം ആളുകളും ഈ ഒരു ബീച്ചിലേക്ക് പോവാത്തത്. അങ്ങനെ ഇവർ രണ്ടുപേരും പേടിച്ചവിടെ നിൽക്കുമ്പോൾ വേറൊരുത്തൻ പുറകിലോട് വന്നിട്ട്, അല്ല നിങ്ങളെന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ, പെട്ടെന്ന് പോകാന്നും പറഞ്ഞ് അവൻ അതിലൂടെ നടന്നു പോകുന്നു. അപ്പോൾ അവന്റെ പേര് നിക്കെന്നാണ്. ഇവൻ നടന്ന അപ്പുറത്തെ വശത്തേക്ക് ഇരുന്നിട്ട്, പേടിക്കണ്ട നിങ്ങൾ വാ, നിങ്ങളെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത്. നമ്മുടെ ക്ലിഫ് ഇത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അവൻ നടന്നതുപോലെ നടന്നങ്ങ് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് സിഡ്നി അവൾ നടന്നു വരുമ്പോഴത്തേക്കും മുകളിലൂടെ ഒരു ഹെലികോപ്റ്റർ പെട്ടെന്ന് പറന്നു പോകുമ്പോൾ അതിന്റെ ശബ്ദം കേട്ട് പേടിച്ച് ഇവളുടെ കാല് സ്ലിപ്പായിട്ട് വീഴാനായിട്ട് പോകുമ്പോഴത്തേക്കും നിക്ക് പെട്ടെന്ന് അവളെ അങ്ങ് പിടിക്കും. എന്നിട്ട് അവളെ രക്ഷിച്ച് മുകളിലേക്കാക്കി. അത് കഴിഞ്ഞ് ഇവർ മൂന്നുപേരും ഇപ്പോൾ ഒരുമിച്ച് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നിക്കിനെയും ഇവരോടൊപ്പം തന്നെ ചേർത്ത് ഇവർ മൂന്നുപേരും നടന്നു പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് നിക്ക് ക്ലിഫിനെ എവിടെയോ കണ്ടതുപോലെ. നിക്ക് ചോദിക്കും, അല്ല നിങ്ങളൊരു ആക്ടർ ആണോ എന്ന് ചോദിക്കുമ്പോൾ സിഡ്നി പറയും, ഇല്ലല്ല ക്ലിഫ് ആക്ടർ അല്ല, ഒരു സ്ക്രീൻ റൈറ്ററാണ്. വലിയ വലിയ സ്റ്റുഡിയോകളെല്ലാം കഥ എഴുതാൻ വേണ്ടി ക്ലിഫിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറയുമ്പോൾ നിക്ക് പെട്ടെന്ന്, ഓ അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനായിട്ട് ഒരുപാട് കഥകളുണ്ട്, അതും അഡ്വഞ്ചർ ആയിട്ടുള്ള കഥകൾ, അതെല്ലാം പോകുന്ന വഴിക്ക് തന്നെ ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് അതെല്ലാം വെച്ച് നിങ്ങൾ നല്ലൊരു സിനിമ എടുക്ക് എന്ന് നിക്ക് പറയും. അങ്ങനെ അത് സംസാരിച്ച് ഇവർ മൂന്നുപേരും പിന്നെ മുന്നിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെ വേറെ മൂന്നുപേരും ഇങ്ങനെ നിൽക്കുന്നു. അത് 3 പെണ്ണുങ്ങളാണ്. അങ്ങനെ അടുത്തേക്ക് ചെന്നിട്ട് ഇവരെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് അവരുടെ ഫോണിൽ ഇതുപോലെ സിഗ്നൽ കിട്ടുന്നില്ല. അതുപോലെ അതിലൊരു പെണ്ണ് പറയുന്നുണ്ട്, ഇല്ല എൻ്റെ അച്ഛൻ ഇതിനു മുന്നേ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ഈ സ്ഥലത്ത് എന്തോ കൊലപാതകം നടന്നു എന്ന്. പക്ഷേ പൂർണ്ണമായിട്ട് കാര്യങ്ങൾ കേൾക്കുന്നതിന് മുന്നേ സിഗ്നൽ കട്ടായി പോയി, അതുകൊണ്ടാണ് ഞങ്ങൾ സിഗ്നൽ നോക്കുന്നതെന്ന് പറയുമ്പോൾ എന്ത് കൊലപാതകവും എന്ന് പറഞ്ഞിട്ട് ഇവരും അവരുടെ ഫോൺ എടുത്ത് സിഗ്നൽ നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് കിട്ടുന്നില്ല. അപ്പോഴാണ് ആ പെണ്ണുങ്ങൾ പറയുന്നത്, അതെ കല്യാണം കഴിഞ്ഞ 2 പേരെ ഈ ദ്വീപിൽ ആരോ കൊലപ്പെടുത്തി, അതുകൊണ്ട് തന്നെ ഈ ദ്വീപ് വിട്ട് പോകാനായിട്ടാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത്. അപ്പൊ ഏത് ദ്വീപിലായത് നടന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സിഡ്നിയും ക്ലിഫും ചുറ്റി കിടന്നുള്ള ഒരു ദ്വീപ്, അവിടെ വെച്ചിട്ടാണ് കൊലപാതകം നടന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് കൊലയാളികളെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അവർ വേറെ ആരുമില്ല, അതൊരു ആണും പെണ്ണുമാണെന്ന് പറയുന്നതും ക്ലിഫ് പറയും, ഹേയ് സിഡ്നി ഇത് കേട്ടിട്ട് എനിക്ക് നല്ലതുപോലെ തോന്നുന്നില്ല, നമുക്ക് ഇവിടെ നിന്ന് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ സിഡ്നി പറയും, ഏയ് നിങ്ങളെന്തിനാ പേടിക്കുന്നേ, അത് നടന്നത് ആ ദ്വീപിലല്ലേ, നമ്മളിപ്പോൾ 4 ദ്വീപ് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നു, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, അതുപോലെ നമ്മൾ ഹണിമൂണിന് വന്നതാണ്, വെറുതെ അത് സ്പോയിൽ ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ ഇത് കേട്ട ആ പെണ്ണുങ്ങൾ ഒതുക്കും, ഓ അപ്പോൾ നിങ്ങളും പുതുതായിട്ട് കല്യാണം കഴിഞ്ഞതാണോ, ഹണിമൂണിന് വന്നേക്കാണോ, അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും നിങ്ങളോടൊപ്പം വരാൻ പോകുന്നില്ല, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവർ 3 പേര് തിരിച്ചു പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ 3 പേര് നടന്ന് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും നിക്ക് ഇപ്പോൾ ഒരിടത്ത് നിന്നിട്ട്, ഓക്കെ നിങ്ങൾ പോകേണ്ട ആ ഒരു ബീച്ച് റൈറ്റ് വശത്താണ്, എനിക്ക് പോകേണ്ടത് ലെഫ്റ്റിലേക്കും, എന്തായാലും ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവൻ നടന്നു പോകുന്നതും സിഡ്നി അവന്റെ പുറകെ വന്നിട്ട് അവനെ വിളിച്ച്, ഹേ നിക്ക് നിങ്ങൾ ആ ഒരു സീക്രട്ട് ഫാളിലെ ക്യാമ്പ് സെറ്റ് ചെയ്യാൻ പോകണോ? നിക്ക് പറയും, അതെ ഞങ്ങൾ അവിടെയാണ് ക്യാമ്പ് ഇട്ടിരുന്നത്, താഴെ പോയിട്ടൊരു സാധനം എടുക്കണമായിരുന്നു, അതിനാണ് ഇപ്പോൾ പോകുന്നത് എന്ന് പറയുമ്പോൾ അവൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ നിക്ക് പറയും, ഓക്കെ വരുന്നെങ്കിൽ വാ, എന്തായാലും എനിക്ക് സമയം പോകുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ മുന്നിലേക്ക് നടക്കുമ്പോൾ സിഡ്നി ക്ലിഫിനടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ക്ലിഫ് താഴെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഈ മലയുടെ താഴ്വശത്ത് 2 പേരും നടന്നു പോകുന്നു. അത് വേറെ ആരുമല്ല, ഇവരെ ലിഫ്റ്റ് കൊടുക്കാത്ത 2 പേരുണ്ടല്ലോ, കെയിൽ ആൻഡ് ക്ലോയി, അവർ 2 പേരാണ്. അപ്പോൾ ക്ലിഫ് വിചാരിക്കും, ഓക്കെ എന്തായാലും നമ്മുടെ കൂടെ ഒരാൾ വേണം എന്നും പറഞ്ഞിട്ട് നിക്കിനോടൊപ്പം തന്നെ ഇവർ 2 പേര് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറേ ദൂരം നടന്ന് ഇവരെല്ലാവരും ഇപ്പൊ ആ ഒരു സീക്രട്ട് ആയിട്ടുള്ള വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. അവിടെ നോക്കുമ്പോഴത്തേക്കാണ് ജനിച്ച ഉടനെ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഒരു പെണ്ണ് ആ വെള്ളത്തിന്റെ നടുവിൽ ഇങ്ങനെ കിടക്കുന്നു. അവളെ കണ്ടപ്പോൾ തന്നെ നിക്ക് പെട്ടെന്ന് ഡ്രസ്സെല്ലാം വലിച്ചൂരി കളഞ്ഞ് അവനും അതുപോലെ തന്നെ വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. എന്നിട്ടാണ് പറയുന്നത്, ഇവളുടെ പേര് ജീന എന്നാണ്, എന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയുന്നതും ഇവർ 2 പേരും പെട്ടെന്ന് ഷോക്കാവും, ഇത്രയും നേരമായിട്ട് അതിനെപ്പറ്റി ഒരിക്കലും അവൻ നമ്മളോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ വെള്ളത്തിൽ കിടക്കുന്ന നിക്ക് ഇവരെ വിളിക്കുകയാണ് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ ഇത് കണ്ട ക്ലിഫ് സിഡ്നിയോട് പറയും, നീ എന്തായാലും ആദ്യം ഇറങ്ങിക്കോ, ഞാൻ ഫോണിൽ സിഗ്നൽ ഉണ്ടോ ഇല്ലയെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിഡ്നി ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങി അവരുടെ അടുത്തേക്ക് നീന്തി ചെല്ലുന്നു. എന്നിട്ട് ഇവരുടെ അടുത്തേക്ക് വന്ന് ജീന ഉണ്ടല്ലോ അവളെ പരിചയപ്പെടുകയാണ്. അങ്ങനെ അവർ 3 പേരും അവിടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്ലിഫ് ആ ഫോണും കൊണ്ട് കുറച്ച് മാറി ഈ സിഗ്നൽ കിട്ടുമ്പോഴത്തേക്കും അടുത്ത ദ്വീപിൽ നടന്ന ആ ഒരു കൊലപാതകത്തെ പറ്റി അവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വായിക്കുന്നുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്, പുതുതായിട്ട് കല്യാണം കഴിച്ച 2 പേരെ ആരോ കൊന്ന് അവരുടെ പല്ല് നഖം ഇതെല്ലാം വലിച്ചു പിഴുതിട്ടുണ്ട്. അതുമല്ല ഒരാണും പെണ്ണുമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അവരിപ്പോ അവിടെ നിന്ന് ഹവായി ദ്വീപിലേക്ക് പോയിട്ടുണ്ടെന്നും അവനിങ്ങനെ വായിക്കും. അങ്ങനെ ക്ലിഫ് ഈ ന്യൂസ് വായിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സിഗ്നൽ പോകുന്നു. അപ്പോൾ സിഗ്നൽ കിട്ടാൻ വേണ്ടി കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നിങ്ങനെ പോവാണ്. അവ ഇപ്പൊ നടന്നു വരുന്ന സ്ഥലം നോക്കുന്നില്ല. അതേസമയം നിക്കാണെങ്കിലോ ക്ലിഫിനെ കരയിൽ കാണാത്തത് കൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് വെള്ളത്തിൽ നിന്നും കരയിലേക്ക് നടന്നു വരുന്നുണ്ട്. ഇവിടെ ക്ലിഫിനെ കാണിക്കുമ്പോൾ അവൻ നടന്ന് കുറച്ച് മുന്നിലേക്ക് വരുന്നതും അവിടെ ഒരു പെണ്ണ് നിൽക്കുന്നു. അത് വേറെ ആരുമല്ല, ക്ലോയി. അതുമല്ല അതിനടുത്തായി തന്നെ കെയിലും ഉണ്ട്. അപ്പൊ ഇവര് 2 പേരും എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് ക്ലിഫിന് മനസ്സിലാവുന്നില്ല. കാരണം സൈലന്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ കെയിൽ എഴുന്നേറ്റ് ക്ലോയിയോട് പറയുന്നുണ്ട്, അല്ല ക്ലോയി, വർഷാവർഷം ഇവിടെ ഓരോരുത്തരായിട്ട് മരണപ്പെടുന്നു എന്ന് ന്യൂസിലെല്ലാം കാണുന്നുണ്ടല്ലോ, എങ്ങനെ ഇതെല്ലാം സംഭവിക്കുന്നേ എന്നും പറഞ്ഞ് ക്ലിഫിനെ നോക്കി കളിയാക്കി പറയുന്നുണ്ട്. ക്ലിഫാണെങ്കിലോ ഇതെല്ലാം കണ്ട് പേടിച്ചിങ്ങനെ നിൽക്കാണ്. എന്നിട്ട് പതിയെ ക്ലിഫിനടുത്തേക്ക് വന്നിട്ട് കെയിൽ ചോദിക്കും, അല്ല നിങ്ങൾ ആ ഒരു വളവ് വരെയുള്ളെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന എന്താന്ന് ഇങ്ങനെ ദേഷിച്ച് ചോദിക്കുമ്പോൾ പിറകില് നമ്മുടെ നിക്ക് വന്ന്, അല്ല ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിക്കുന്നതും
ഇത് കണ്ട ക്ലിഫിന് ഇത്തിരിയെങ്കിലും സമാധാനമായി, ഒരു ധൈര്യം വന്നു. അങ്ങനെ ക്ലിഫ് ഓടി നിക്കിന്റെ അടുത്തേക്ക് വന്നിട്ട് ധൈര്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നതും ഇനി ചോദിക്കട എന്നുള്ള രീതിയിലാണ് മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ നമ്മുടെ കെയിലിനെ നിക്ക് ദേഷിച്ചൊരു നോട്ടം നോക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും ഇറങ്ങി തിരിച്ചു വരും. അങ്ങനെ ക്ലിഫും സിഡ്നിയും ഓടി വന്ന് അവരുടെ ബാഗ് എടുത്ത് തുറന്നു നോക്കുമ്പോഴാണ് ഈ ഹവായി ദ്വീപിലേക്ക് വരാനായിട്ടുള്ള പാസ് ഉണ്ടല്ലോ, പെർമിഷൻ, അത് കാണുന്നില്ല. അപ്പോൾ ക്ലിഫ് പറയും ഒരുപക്ഷെ നമ്മുടെ കാറിൽ കയറുമ്പോഴത്തേക്കും അവരായിരിക്കും ഇതെടുത്തത്, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ക്ലിഫ് ഓടി വന്ന് കെയിലിന്റെ ബാഗ് ഉണ്ടല്ലോ അത് തുറന്നു നോക്കും. പക്ഷെ അതിനകത്ത് ആ ഒരു പാസ് കാണുന്നില്ല. പക്ഷേ കെയില് ജയിലിലുണ്ടായിരുന്നെന്നുള്ള ഒരു തെളിവ് അവിടെയുള്ളൊരു കാർഡ് ആ ബാഗിലുണ്ട്. അത് കണ്ട് പേടിച്ചിട്ട് ക്ലിഫ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഓടി നിക്കിന്റെ അടുത്തേക്ക് തന്നെ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 4 പേരും അവിടെ നിന്ന് നടന്ന് ആ ഹവായി ബീച്ച് ഉണ്ട് അതിനടുത്തേക്ക് നടന്നു പോകുന്നു. അങ്ങനെ 4 പേര് നടന്നു പോകുന്ന സമയത്ത് തന്നെ ഇവർക്ക് കാണാൻ കഴിയുന്നുണ്ട് കുറെ ദൂരെയായിട്ട് നല്ല മഴ വരുന്നുണ്ട്. അത് ഇവർക്ക് വ്യക്തമായിട്ട് കാണാം. അങ്ങനെ നടന്നു പോകുമ്പോൾ നിക്കിന്റെ ജീവിതത്തിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ ക്ലിഫിനോട് പറയും. അതുപോലെ അപ്പോഴാണ് നിക്ക് പറയുന്നത് ഓക്കെ ഞങ്ങള് മറ്റൊരു കൺട്രിയിലെ ഒരു ഓപ്പറേഷന് വേണ്ടി പോയിരുന്നു എന്നുള്ള കഥ പറയുമ്പോൾ ക്ലിഫിന് മനസ്സിലായി നമ്മുടെ നിക്ക് ആർമിയിലുണ്ടായിരുന്നത്. അതുമല്ല നിക്കിന്റെ കഥ കേൾക്കുമ്പോഴത്തേക്കും കുറച്ച് ഓവറായിട്ടാണ് ഇവർക്ക് തോന്നുന്നത്. അപ്പോൾ തന്നെ നിക്ക് പെട്ടെന്ന് അവിടെ നിർത്തിയിട്ട് അവന്റെ തലമുടി മാറ്റി കാണിക്കും. ദേ ഇത് കണ്ടോ, ഒരു തവണ ഒരു ഓപ്പറേഷന് പോകുമ്പോൾ ബോംബ് പൊട്ടിത്തെറിച്ചിട്ട് എന്റെ തലയിലാണ് വന്ന് കൊണ്ടത്, അങ്ങനെ സംഭവിച്ചതാണിത്. ആ അപകടത്തിന് ശേഷം എന്നെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോയിട്ട് ടൈറ്റാനിയം എന്ന് പറഞ്ഞൊരു ലോഹം വെച്ച് അത് അടയ്ക്കുമായിരുന്നു. എന്നാലും അവൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ അവൻ പറയുന്നുണ്ട് പലതവണയും ഞാൻ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ മെറ്റൽ ഡിക്റ്റേറ്റർ ഇത് ഡിക്റ്റേറ്റ് ചെയ്യും, അത് വലിയൊരു പ്രശ്നമാണ്. പക്ഷേ അതെനിക്ക് കുഴപ്പമില്ല, കാരണം ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ സഹോദരനെയും എൻ്റെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഇവർ ചോദിക്കും എന്ത് സഹോദരനോ? അതെ ഇതാണ് എൻ്റെ സഹോദരൻ എന്നും പറഞ്ഞ് അവന്റെ കാലിലുള്ള ഒരു കത്തിയെടുത്ത് ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതുകൂടി കാണുന്നത് ക്ലിഫ് കുറച്ചുകൂടി പേടിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കുറെ കൂടി മുന്നിലേക്ക് പോകുമ്പോൾ ചെറിയ ആറുണ്ട്, അത് കഴിഞ്ഞ് വേണം അപ്പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ആ ഒരു ആറ് കടക്കാൻ വേണ്ടി ഒരു കയറും കെട്ടിയിട്ടുണ്ട്. അതിൽ പിടിച്ച് 4 പേരും നടന്നെങ്ങനെ പോവാണ്. അപ്പോൾ ആദ്യം നമ്മുടെ നിക്കും ജീനയാണ് അപ്പുറത്തേക്ക് പോകുന്നത്. ഇവർ രണ്ടുപേരും ആ കയറ് പിടിച്ച് അപ്പുറത്തേക്ക് എത്തുന്നതും ക്ലിഫ് പെട്ടെന്ന് സിഡ്നി അവിടെ പിടിച്ചു നിർത്തിയിട്ട് അവൾക്ക് ഫോണിൽ ആ സിഗ്നൽ വരുമ്പോഴത്തേക്കും ഈ കൊലയാളികളുടെ ഫോട്ടോ CCTVയിൽ കിട്ടിയിട്ടുണ്ട്, അത് ഇന്റർനെറ്റിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അതെടുത്ത് സിഡ്നിക്ക് കാണിച്ചു കൊടുത്തിട്ട് ഹേയ് ഇത് കാണുമ്പോൾ നിക്കിനെ ജീനനെ പോലെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ സിഡ്നി പറയും ആയിരിക്കത്തില്ല, അത് വേറെ ആരെങ്കിലും ആയിരിക്കും, നമുക്ക് തോന്നുന്നതായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും നിക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് വിളിച്ചേ ഹേയ് ക്ലിഫ് നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നേ, പെട്ടെന്ന് ഇപ്പുറത്തേക്ക് വാന്നിങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിഡ്നി ക്ലിഫും അവരോടൊപ്പം തന്നെ ഫോളോ ചെയ്ത് പോകുന്നു. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഈ ബീച്ചിനടുത്തുള്ളൊരു മലയുണ്ട്, അതിനടുത്തായിട്ട് ഇവരിപ്പോൾ വന്നു. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഭാഗത്ത് മഴ പെയ്യുന്നു. മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഇനി മുന്നിലേക്ക് പോകാൻ കഴിയത്തില്ല, ഇവിടെ തന്നെ ടെന്റ് അടിക്കാന്നും പറഞ്ഞ് ഇവരെല്ലാവരും കൊണ്ടുവന്ന ടെന്റ് അവിടെ സെറ്റ് ചെയ്യാണ്. അങ്ങനെ ക്ലിഫ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവന്റെ ടെന്റ് ഒരു വിധത്തില് അവനിങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് പുറകിൽ ഭയങ്കരമായിട്ട് ശബ്ദം കേൾക്കുന്നു, ടിങ് ടിങ് എന്ന് പറഞ്ഞിട്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ നിക്കിന്റെ കയ്യിൽ ഒരു കോടാലിരിക്കുന്നു. അതിന്റെ മൂട് വെച്ചിട്ട് അവൻ ആണി തറയിലേക്ക് അടിക്കുകയാണ്. ഇത് കണ്ട ക്ലിഫ് പേടിച്ച് നിൽക്കല്ലേ, ഇവന്റെ കയ്യിൽ എങ്ങനെ കോടാലി വരുന്നു, കത്തി വരുന്നു എന്നെല്ലാം പേടിച്ച്. അതുമല്ല പെട്ടെന്ന് നിക്ക് ആ ഒരു കോടാലി എടുത്ത് ക്ലിഫിനടുത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നതും ക്ലിഫ് അത് പെട്ടെന്ന് അങ്ങ് പിടിക്കുന്നുണ്ട്. ഹേയ് നല്ലതുപോലെ ക്യാച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് നിക്ക് അവിടെ നിൽക്കുന്നതും ഇവരിപ്പോൾ ടെന്റ് ഒരു വിധത്തിൽ കെട്ടി തീർന്നു. അപ്പോഴാണ് കാടിനുള്ളിലൂടെ ആരോ ഒരാൾ ഇവരവിടെ നിൽക്കുന്ന കാര്യം കാണുന്നുണ്ട്. അപ്പൊ ഈ കാര്യം നമ്മുടെ നിക്ക് കണ്ടു. അവൻ പതിയെ ആ ഒരു കാടിനടുത്തേക്ക് നോക്കി എന്ന് നിൽക്കാണ്. പക്ഷെ ആരെയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ തിരിഞ്ഞു വന്നിട്ട് ഓക്കെ ഏതെങ്കിലും മൃഗം ഇതിലേ പോയതായിരിക്കാം എന്ന് പറഞ്ഞിട്ട് അവന്റെ ബാഗിൽ നിന്നും ഒരു മദ്യക്കുപ്പി എടുക്കും. അതെടുത്ത് കുടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരു തേള് ചത്തു കിടക്കുന്നു. വേറൊന്നുമല്ല, കിക്ക് കൂടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തേളിനെ കുപ്പിക്കകത്ത് അടച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിക്ക് ജീനോട് പറയും ഇവരെങ്ങനെ ഇത് ചെയ്തത്, ജീവനോടെ ഇനി ആ ഒരു തേളിനെ കുപ്പിക്കകത്തേക്ക് ഇട്ടതാണോ അതോ കൊന്നതിന് ശേഷം ഇട്ടതാണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന ക്ലിഫിനാണെങ്കിലോ പേടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവനെന്താ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നതെന്ന് പറഞ്ഞ്. അതുപോലെ നിക്ക് ക്ലിഫിനെ നോക്കി പറയുന്നുണ്ട് നമ്മളൊരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്ഥലം എങ്ങനെയുള്ളതാണ്, അവിടെ ആരൊക്കെയുണ്ട്, നമ്മുടെ കൂടെയുള്ളവർ എങ്ങനെയുള്ളവരാണ്, ഇതെല്ലാം മനസ്സിലാക്കണം. അല്ലാതെ ടെന്റ് അടിക്കാനും മരത്തിനും പുറകിൽ പോയിട്ട് മൂത്രമൊഴിക്കാനുള്ള സ്ഥലമല്ല കണ്ടുപിടിക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് അവനൊരു ബാഗ് തുറന്ന് എന്തോ ഒരു കാര്യം ചെയ്യും. പറഞ്ഞ് തീരുമ്പോഴത്തേക്കാണ് അവന്റെ കയ്യിൽ ഒരു അമ്പും ബില്ലും വരുന്നു. എന്നിട്ടാണ് നമ്മുടെ ക്ലിഫിനോട് പറയുന്നത് ഓക്കെ ബാ നമുക്ക് അകത്തേക്ക് പോയിട്ട് ഈ കാട്ടില് ആടുകളുണ്ട് അതിനെ വേട്ടയാടാം, രാത്രിയിൽ കഴിക്കാന്ന് പറയുമ്പോഴത്തേക്കും ക്ലിഫ് പറയും ഇല്ലില്ല എനിക്ക് വേറെ കുറച്ച് ജോലികളുണ്ടെന്ന് പറയുമ്പോൾ ശരി നീ ഇവിടെ പെണ്ണുങ്ങളോടൊപ്പം ഇരുന്നു, ഞാൻ പോയിട്ട് രാത്രിയിലേക്ക് ആടിനെ വേട്ടയാടിക്കൊണ്ട് വരാമെന്ന് പറയുന്നതും വേറെ വഴിയില്ലാതെ നമ്മുടെ ക്ലിഫും അവന്റെ പിറകെ തന്നെ ആ കോടാലിയും വെച്ചിട്ട് പോവാണ്. അങ്ങനെ പതിയെ പതിയെ മുന്നിലേക്ക് നടന്നു പോകുമ്പോൾ ഒരിടത്ത് വെച്ചിട്ട് നമ്മുടെ നിക്ക് ക്ലിഫിനെ നിർത്തിയിട്ട് അല്ല നീ ഞങ്ങളെ കണ്ടപ്പോൾ അതുപോലെയല്ലേ വിചാരിച്ചേ, എങ്ങനെ വിചാരിച്ചു എന്ന്, ആ കല്യാണം കഴിഞ്ഞ് വന്ന ജോഡികളെ കൊന്ന കൊലയാളികൾ ഞങ്ങളാണെന്ന് നീ വിചാരിച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ക്ലിഫ് അവരത് ചോദിക്കുമ്പോൾ തന്നെ ക്ലിഫ് കിടന്ന് വിറയ്ക്കുന്നുണ്ട്. എന്നിട്ട് നിക്ക് പറയും പേടിക്കേണ്ട ആവശ്യമില്ല, നീ ഇത് നിന്റെ കഥയിൽ എഴുതിക്കോ, നല്ല ട്വിസ്റ്റ് ആയിരിക്കും എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് ക്ലിഫ് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആടിനെ വേട്ടയാടാനല്ലല്ലോ ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നിക്ക് പറയും അതെ
നമ്മളവിടെ ടെൻ്റ് അടിക്കുമ്പോൾ രണ്ടുപേര് ഇതിനകത്തൂടെ പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അവരിവിടെ എവിടെയോ ഒളിച്ചിരിക്കണം. അവരെ കണ്ടുപിടിക്കാനാണ് ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കാതെ വാന്ന് പറഞ്ഞ് നിക്ക് മുന്നിലേക്ക് പോകുന്നു. കുറച്ച് ഗ്യാപ്പ് ഇട്ട് തന്നെ നമ്മുടെ ക്ലിഫ് അവൻ്റെ പിറകെ പോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും നടന്ന് മുന്നിലേക്ക് ചെല്ലുമ്പോൾ ക്ലിഫ് പുറകിൽ നിന്ന് വലതുവശത്തേക്ക് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ദൂരെയായിട്ട് രണ്ടുപേര് ഈ കാട്ടിൽ ഒളിച്ചു നിൽക്കുന്നതായിട്ട് അവൻ കാണും. അപ്പോഴേക്കും നമ്മുടെ ക്ലിഫ് നിക്കിനെ വിളിക്കാനായിട്ട് മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇവൻ വിളിക്കുന്ന വിളി നിക്ക് കേൾക്കുന്നില്ല. കാരണം നിക്ക് കുറെ മുന്നിലേക്ക് നടന്നുപോയി. അങ്ങനെ ക്ലിഫ് എന്താ ചെയ്യുന്നത് വെച്ചാല് അതാരാണെന്ന് അറിയാൻ വേണ്ടി പതിയെ അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നിട്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പുറകിലൂടെ ഏയ് നീ ആരാന്ന് ചോദിക്കുന്നതും ക്ലിഫ് പെട്ടെന്ന് ആ ഒരു കോടലെടുത്ത് അവനെ വെട്ടാനായിട്ട് വരുമ്പോൾ അത് വേറെ ആരുമല്ല, സ്കല്ലി എന്ന് പറഞ്ഞിട്ട് അവനായിരുന്നു. എന്നിട്ട് എന്നെ ഒന്ന് ചെയ്യരുത്, ഞങ്ങൾ ആ ഒരു ഷോപ്പിൽ കണ്ടില്ലേ അതാണെന്ന് പറയുന്നതും ക്ലിഫ് ചോദിക്കും നീ എന്തിനാ ഇവിടെ വന്നത്? ഇല്ല, നിങ്ങൾ പെർമിറ്റ് കടയിൽ വിട്ടിട്ട് പോയി, അതില്ലാതെ ഇതിനകത്ത് നിൽക്കാൻ കഴിയത്തില്ല, അതുകൊണ്ടാണ് ഇവിടം വരെ അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ വന്നത്. എന്നിട്ട് അവൻ പറയും ഓക്കെ ഞാൻ എന്തായാലും തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ ക്ലിഫ് സോറി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ക്ലിഫ് മാത്രം തിരിച്ച് ഇവരുടെ ടെൻറ്റിനടുത്തേക്ക് വരും. പക്ഷേ നിക്കിനെ ഇതുവരെ കണ്ടില്ല. അപ്പോഴേക്കും ജീന ചോദിക്കും അല്ല നിക്ക് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കാടിനകത്ത് അവനെ എനിക്ക് മിസ്സായിപ്പോയി. കുറച്ച് കഴിയുമ്പോൾ തന്നെ അവൻ ഇവിടേക്ക് വരുമെന്നും പറഞ്ഞ് ക്ലിഫ് നടന്നു വരുന്നതും കുറേ കഴിഞ്ഞിട്ട് നമ്മുടെ നിക്കും അവിടേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ തന്നെ ജീന നാണിച്ചുകൊണ്ട് ദേ വരുന്നവൻ്റെ ചെറുക്കനെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതും എന്താണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ക്ലിഫ് ഒരാടിനെ എടുത്ത് തോളിലിട്ട് ദേഹം മുഴുവൻ രക്തമുണ്ട്, അതിനെയും കൊണ്ടാണ് അടുത്തേക്ക് നടന്നു വരുന്നത്. അങ്ങനെ ആടിനെ കൊണ്ട് അവിടെ വന്ന് ഇടുന്നതും ഇന്ന് രാത്രി എന്തായാലും മട്ടൻ ബിരിയാണി തന്നെ. അപ്പോൾ ജീന ചോദിക്കും അല്ല ഈ ആടിനെ ഞാൻ ഇറക്കട്ടോ അതോ നീ ഇറക്കുന്നു എന്ന് അവൾ സിഡ്നിയോട് ചോദിക്കുമ്പോൾ ചേട്ടാ ഇതെന്ത് കപ്പിൾസ് ആണെന്ന് ഇവർ രണ്ടുപേരും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസം ഒരു ശബ്ദം കേട്ടാണ് നമ്മുടെ ക്ലിഫ് ഞെട്ടി എഴുന്നേൽക്കുന്നത്. അടുത്ത് നോക്കുമ്പോൾ സിഡ്നിയെ കാണുന്നില്ല. പെട്ടെന്ന് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവിടെയുള്ള പോലീസ് ഉണ്ടല്ലോ അവർ ഹെലികോപ്റ്ററിൽ വന്നിട്ട് ടെന്റിലുള്ള എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം, നിങ്ങളുടെ മുഖം കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നതും ഇവരെല്ലാവരും വെളിയിലേക്ക് വന്ന് നിൽക്കുന്നു. അപ്പോൾ പോലീസ് ഇവരുടെ എല്ലാവരുടെയും മുഖം പരിശോധിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതുമല്ല ഇവർ പോയി മറ്റൊരു ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കാണ് അവിടെയുള്ള രണ്ടുപേരോട് കീഴടങ്ങാനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അത് ഇവർക്ക് കേൾക്കാൻ കഴിയും മൈക്കിലൂടെ. അപ്പോൾ ഇവർ വിചാരിക്കും ഇതാരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇവരോടി അവിടേക്ക് ചെന്ന് നോക്കാൻ പോകുമ്പോഴത്തേക്കാണ് സത്യത്തിൽ അറസ്റ്റ് ചെയ്യുന്നത് കെയിലും ക്ലോയി ഉണ്ടല്ലോ അവർ രണ്ടുപേരാണ്. അപ്പോൾ ഇവരോടി അവിടേക്ക് വന്നിട്ട് സാർ എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നത്, കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും സോറി ഇപ്പോൾ കാരണം എന്താണെന്ന് നിങ്ങളോട് പറയാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരും ബലം പ്രയോഗിച്ച് തന്നെ അതേപോലെ തന്നെ അവരുടെ ബാഗ് നല്ലതുപോലെ പരിശോധിക്കും. അപ്പോൾ കെയില് പറയും എന്താ എൻ്റെ ബാഗിൽ തോക്ക് വല്ലതും ഉണ്ടോ? നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് നിന്നും ഇവർക്കൊരു കത്തി കിട്ടുന്നു. അതേപോലെ തന്നെ ഒരു ചെറിയ മിഠായിയുടെ പെട്ടിയുണ്ട്, അതെടുത്ത് തുറന്ന് തട്ടിയിടുമ്പോഴത്തേക്കും അതിനകത്ത് നിറയെ മനുഷ്യന്റെ പല്ലുകൾ. എന്നിട്ട് പോലീസ് പറയും രണ്ടിനെ പിടിച്ച് ഹെലികോപ്റ്ററിലേക്ക് കയറ്റെന്ന് പറഞ്ഞ് രണ്ടിനെ തൂക്കിയെടുത്ത് ഹെലികോപ്റ്ററിലിട്ട് പോലീസുകാർ അവിടെ നിന്ന് പോകുമ്പോഴാണ് നമ്മുടെ സിഡ്നിക്കും ക്ലിഫിനും കുറച്ചെങ്കിലും സമാധാനമാവുന്നത്. ഇത് കാണുമ്പോൾ ഇനി എന്തായാലും നമുക്ക് സമാധാനമായിട്ട് ഇവിടെ കഴിയാലോ എന്ന് പറഞ്ഞ് ഇപ്പോൾ ജീന ഇവരെ നോക്കിയിട്ട് പറയും ഞാൻ വിചാരിച്ചു നിങ്ങളായിരിക്കും ആ കൊലയാളികളെന്ന്. അപ്പോൾ സിഡ്നി തിരിച്ചു പറയും ഞങ്ങൾ വിചാരിച്ചു നിങ്ങളായിരിക്കുമെന്ന് എന്നെല്ലാം പറഞ്ഞിട്ട് പരസ്പരം ചിരിച്ച് സന്തോഷം ഇങ്ങനെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ ടെൻ്റ് എല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പം ആ മലയിൽ നിന്ന് നേരെ ആ ബീച്ചിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ ഇവരെല്ലാവരും അവിടെ നിൽക്കുമ്പോഴത്തേക്കും മറ്റൊരു കൂട്ടമാണെങ്കിലോ ഈ കയാക്കിംഗ് വഴി ഈ ബീച്ചിലേക്ക് വരുന്നു. അപ്പോൾ രണ്ട് വഴിയെ ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ആളുകൾ പല വഴിയിലൂടെ ഇവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും അവിടെ എൻജോയ് ചെയ്യുന്നതും നമ്മുടെ ക്ലിഫ് നേരെ നിക്കിനടുത്തേക്ക് വന്നിട്ട് ഹേയ് നിക്ക്, ഞാൻ അവരോട് ചോദിച്ച് 1 മണിക്കൂറിന് $1000 വെച്ചിട്ട് ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്, അവരുടെ കയാക്കിങ് നമുക്ക് കിട്ടും, അത് വെച്ച് ഇവിടെ അടുത്തൊരു വലിയ ഗുഹയുണ്ട്, അത് പോയി കണ്ടിട്ട് വന്നാലോ, 1 മണിക്കൂറിന് $1000 എന്ന് ഞാൻ അവരോട് ഒരു ഡീല് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിക്ക് പറയും സോറി ഞാനിതിരെ ടയർഡാണെന്ന് പറയുമ്പോഴത്തേക്കും ക്ലിഫ് എന്താ നിക്കത്, നീയല്ലേ നേരത്തെ പറഞ്ഞേ ഭയങ്കര അഡ്വഞ്ചറാണ് അവിടെ പോയി ഇവിടെ പോയെന്നല്ല, ഇപ്പോൾ അടുത്തുള്ള ആ ഒരു ഗുഹയ്ക്ക് അടുത്തേക്ക് പോകാനായിട്ട് നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട നിക്കിന് ഹീഗോ അടിച്ചു. അതുകൊണ്ട് തന്നെ നിക്ക് പറയും ഓക്കെ ജീന വന്നിട്ട് ഞാൻ നിന്നോടൊപ്പം വരാമെന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ജീന ദൂരെ നിന്ന് നടന്നു വരുന്നു. അത് കണ്ട് ഇവരെ രണ്ടുപേരും ആ കയാക്കിങ് എടുത്ത് കടലിലേക്ക് ഇറങ്ങുമ്പോൾ ജീന വന്ന് സിഡ്നിയോട് ചോദിക്കുന്നുണ്ട് അല്ല അവരെവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരെവിടേക്കാ പോകുന്നെന്ന് പറഞ്ഞു, ഇരുട്ടുന്നതിന് മുന്നേ തിരിച്ചു വരാമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ജീന അവിടെ തന്നെ കരയിലിരുന്നിട്ട് എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട് ടൈം പാസിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് ജീന ഇവര് കയാക്കിൽ പോകുന്ന ആ ഒരു കാര്യം വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ക്യാമറ എടുത്ത് അത് റെക്കോർഡ് ചെയ്യാനായിട്ട് വരുമ്പോൾ ഇവരുടെ കല്യാണ സമയത്ത് എടുത്തിരുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇതിൽ കിടക്കുന്ന ജീന കാണും. അപ്പോൾ സമയം പോകാൻ വേണ്ടിയിട്ട് അവൾ അതും ഓരോന്നായിട്ട് എടുത്ത് കാണുന്നുണ്ട്. അങ്ങനെ ഓരോ ഫോട്ടോസായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുമ്പോഴത്തേക്കാണ് അവൾ എന്തോ ഒരു കാര്യം കണ്ടു. ഇത് കാണുന്നത് ആ ഒരു ക്യാമറ താഴെയിട്ട് അവിടെ നിന്ന് ഓടി ആ കരയിലേക്ക് കുറച്ച് മുകളിലേക്ക് കയറിയിട്ട് നിക്കിനോട് പോരുതെന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ നിക്ക് അതൊന്നും ശ്രദ്ധിക്കാതെ അങ്ങ് പോവാണ്. അതുപോലെ അവനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് സിഗ്നലും കിട്ടുന്നില്ല. അവിടെയാണ് ഒരു ഒന്നൊന്നര ട്വിസ്റ്റ് ഈ ക്യാമറയിൽ കാണിക്കുമ്പോൾ കല്യാണമായിട്ടുള്ള സിഡ്നിയും ക്ലിഫും ഒരിക്കലും ഇവരല്ല, അത് വേറെ രണ്ടുപേര്. അതുമല്ല ഇവിടെ നിന്ന് നമ്മുടെ നിക്കിനെ നോക്കുമ്പോഴത്തേക്കും അവൻ ആ ഒരു ഗുഹയ്ക്കകത്തേക്ക് കയറാൻ പോകുന്നു.
അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ തടഞ്ഞാൽ മതിയാവും. അതുകൊണ്ട് തന്നെ ജീന എന്താ ചെയ്തു വെച്ചാൽ ആ ഒരു മലയുടെ മുകളിലേക്ക് ഓടിക്കയറും. ഓടി കുറച്ച് ചെല്ലുമ്പോഴത്തേക്കും മുകളിലേക്ക് പോയിട്ട് വേറെ വഴി കാണുന്നില്ല. പക്ഷേ ഈ വള്ളികളുണ്ടല്ലോ അത് താഴേക്ക് പടർന്നു കിടപ്പുണ്ട്. അപ്പൊ അതിൽ പിടിച്ച് കയറാന്ന് പറഞ്ഞ് ജീന ഇപ്പോൾ ആ ഒരു വള്ളിയിൽ പിടിച്ചിട്ട് പതിയെ പതിയെ മുകളിലേക്ക് കയറാണ്. അങ്ങനെ പിടിച്ച് ഒരു വിധത്തിൽ മുകളിലേക്ക് വന്ന് അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും സിഡ്നി ഉണ്ടല്ലോ അവൾ ഇവളുടെ പിറകെ തന്നെ ഓടി വരുന്നുണ്ട്. അങ്ങനെ ജീന മുകളിൽ നിന്ന് ആ ഒരു ഗുഹ എവിടെയാണെന്ന് നോക്കുമ്പോഴത്തേക്കും അവൾക്ക് അവിടെ നിന്നിട്ട് അത് കാണാൻ കഴിയുന്നില്ല. അതേസമയം ഇവിടെ നമ്മുടെ നിക്കും ക്ലിഫും ആ ഗുഹയ്ക്കകത്തേക്ക് കയറാൻ പോകുന്നു. അങ്ങനെ നിക്ക് ആദ്യം പോകുന്നു, അതിന്റെ പുറകെ തന്നെ ക്ലിഫും വരുന്നുണ്ട്. ഉള്ളിലേക്ക് ചെന്നിട്ട് അവൻ കഴിക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു മദ്യം എടുത്ത് കുടിക്കുന്ന സമയത്താണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത്. തേള് വെളിയിലുണ്ടായിരുന്നപ്പോൾ ജീവനോടെ ഉണ്ട്. അതിനെ കുപ്പിക്കുള്ളിൽ ഇട്ടതിന് ശേഷമാണ് അത് മരിച്ചുപോയത്. അങ്ങനെയാണെങ്കിൽ താനും ഈ ഗുഹയ്ക്കകത്ത് പെട്ടുപോയി ഇവിടെ മരിക്കാൻ പോവാണ്. പോലീസ് അന്വേഷിച്ചിരിക്കുന്ന ആ ഒരു യഥാർത്ഥ കൊലയാളികള് അത് ക്ലിഫും സിഡ്നിയാണ് എന്ന് വിചാരിച്ച് പെട്ടെന്ന് അവന്റെ കാലിലുള്ള ഒരു കത്തിയെടുക്കാനായിട്ട് വരുന്നതും ക്ലിഫ് തന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു തോക്കെടുത്ത് നിക്കിന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവനെ അങ്ങ് കൊല്ലുന്നു. കാണിക്കുമ്പോഴത്തേക്കും പുതുതായിട്ട് ഈ ദ്വീപിലേക്ക് വന്ന രണ്ടുപേരുണ്ടല്ലോ കല്യാണം കഴിച്ച അവരെ രണ്ടുപേരെയും കൊന്നത് നമ്മുടെ സിഡ്നിയും ക്ലിഫുമാണ്. അപ്പൊ യഥാർത്ഥ സിഡ്നി ക്ലിഫുമാണ് അവിടെ മരിച്ചത്. അവർക്ക് പകരമാണ് ഇവര് രണ്ടുപേരും ഈ ദ്വീപിലേക്ക് വന്നിട്ടുള്ളതും. വേറെ ഒന്നല്ല, ഇവരുടെ ആ ഒരു രീതി അതാണ്. ഇവരാരെയൊക്കെയാണ് കൊല്ലുന്നത് അതും കല്യാണം കഴിഞ്ഞവരെ അവരെ കൊന്നിട്ട് അവരുടെ ആ ഒരു അടയാളത്തിൽ ഇവര് രണ്ടുപേരും ജീവിക്കാൻ തുടങ്ങും. അതിനുവേണ്ടിയിട്ടാണ് അവരെ പല്ല് അതേപോലെ തന്നെ വിരല് ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നത്. അതുപോലെയുള്ള രണ്ട് സൈക്കോകള് എന്നിട്ട് അവരുടെ ഡ്രസ്സും ബാഗും കാര്യങ്ങളെല്ലാം എടുത്ത് അവരെ പോലെ തന്നെ അവർ താമസിക്കുന്ന ആ ഒരു ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്ത് അവരുടെ പണം ഉപയോഗിച്ച് ഇവര് പിന്നീട് ആഘോഷിച്ച് ജീവിക്കാൻ തുടങ്ങും. അവിടെയാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിച്ചിരുന്നത്. ഇടയ്ക്ക് ക്ലിഫ് ഇവിടേക്ക് വരാനായിട്ടുള്ള ആ ഒരു പെർമിറ്റ് അന്വേഷിക്കാൻ വേണ്ടി കേലിന്റെ ബാഗിൽ നോക്കാനായിട്ട് പോയിരുന്നല്ലോ. സത്യത്തിൽ ആ ഒരു പെർമിറ്റ് നോക്കാനൊന്നുമല്ല, ഇവന്റെ കയ്യിൽ ഇവൻ കൊന്നിട്ടുള്ള ആളുകളുടെ പല്ലും നഖവും എല്ലാം ശേഖരിച്ചു വെച്ചിരുന്നല്ലോ, അത് അവരുടെ ബാഗിൽ കൊണ്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സ്കല്ലി എന്ന് പറഞ്ഞ അവനെ ഇവിടെ വെച്ച് കാണുമ്പോഴത്തേക്കും ഈ ദ്വീപിലെ തോക്കും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അലോഡാണോ? ദേ രണ്ടുപേരും ഇതുപോലെ ഷർട്ടൊന്നും ഇടാതെ ഇവിടെ ചുറ്റി നടക്കുന്നുണ്ട്. അവരുടെ കാര്യം നീ ഒന്ന് പോലീസിനോട് പറയണം എന്ന് അവരോട് പറഞ്ഞു വിട്ടതുകൊണ്ടാണ് പോലീസ് അവരെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നതും അവരുടെ ബാഗ് പരിശോധിച്ച് ഈ പല്ല് നഖമെല്ലാം കിട്ടുന്നത് കൊണ്ട് തന്നെ അവർ കൊലയാളിയാണെന്നും പറഞ്ഞ് നമ്മുടെ കേലിനെയും ക്ലോയിനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതും. അപ്പൊ ഇതെല്ലാം ക്ലിഫ് പക്കയായിട്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഫ്ലാഷ് ബാക്കിൽ തന്നെ കാണിക്കുമ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും ഈ ബീച്ചിലിരുന്ന് സംസാരിക്കുമ്പോൾ സത്യത്തിൽ ക്ലിഫിന് അവൻ ജീവിക്കുന്ന ഈ ഒരു ജീവിതം ഉണ്ടല്ലോ, മറ്റുള്ളവരുടെ ഐഡന്റിറ്റി മോഷ്ടിച്ച് അവരുടെ ജീവിതം ജീവിക്കുക, അതാണ് അവന് കൂടുതൽ താല്പര്യം. പക്ഷെ സിഡ്നിക്കാണെങ്കിലോ സിഡ്നി അവനെ നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ട്. അതേ സ്നേഹം അവൾക്ക് തിരിച്ചു കിട്ടണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവന്റെ ഭാഗത്തു നിന്ന് അത് നല്ലതുപോലെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനെ അതും പറഞ്ഞിട്ട് രണ്ടുപേരും ഈ ഒരു കഞ്ചാവെല്ലാം ഇങ്ങനെ അടിക്കുന്ന സമയത്ത് അവിടെ നിക്ക് നിൽക്കുന്നത് കണ്ടിട്ട് ക്ലിഫ് പറയും ഇവന്റെ കഥ ഇന്ന് തന്നെ തീർക്കണം. അതുകൊണ്ടാണ് അവനെ പ്ലാൻ ചെയ്ത് നേരെ ആ ഗുഹയ്ക്കകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവനെ കൊല്ലുന്നത്. എന്തായാലും ഈ കാര്യം മലയുടെ മുകളിൽ നിന്ന് നമ്മുടെ ജീന കണ്ടു. എന്താന്ന് വെച്ചാൽ ഇവര് പോയ ആ ഒരു മലയുടെ മുകളിലേക്കാണ് ജീന കയറിപ്പോയത്. അങ്ങനെ നിക്ക് വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നതും ഇത് കണ്ട ജീന കരയുമ്പോൾ അത് കേട്ട് ക്ലിഫ് പെട്ടെന്ന് മുകളിലേക്ക് ഷൂട്ട് ചെയ്യും. പക്ഷെ അത് ജീനയുടെ ദേഹത്ത് കൊള്ളത്തില്ല. അവൾ ഇവിടെ നിന്ന് തിരിഞ്ഞു വരുമ്പോഴത്തേക്കും അവളുടെ പിറകെ തന്നെ സിഡ്നി വന്ന് അവളെ ഒരു ഒറ്റയിടി, അങ്ങനെ ഇടി കൊണ്ട് രണ്ടുപേരും താഴെ വീഴുന്നതും ഇപ്പോൾ സിഡ്നി അടുത്തുള്ളൊരു കത്തി എടുത്തിട്ട് ഓടി വന്ന് നമ്മുടെ ജീനയെ കുത്താനായിട്ട് വരുന്നത് ജീന അവളെ പൊക്കിയെടുത്തൊരു ഒറ്റയേറ്. അങ്ങനെ സിഡ്നി താഴേക്ക് വീഴുന്നതിന് മുന്നേ തന്നെ ജീനയുടെ കാലിലേക്ക് കുത്തി കൊടുക്കും. അതുപോലെ സിഡ്നി വീഴുന്നതോ ആ ഗുഹയ്ക്കകത്ത് ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതിലേക്ക്. അങ്ങനെ ജീന പതിയെ പതിയെ മുന്നിലേക്ക് എഴഞ്ഞു വന്നിട്ട് അവളുടെ കാലിൽ നിന്ന് ആ ഒരു കത്തി വലിച്ചൂരി നിക്കിനെ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ അവന്റെ ഒരു അനക്കവും ഇല്ല. അവൻ എന്തായാലും മരിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ക്ലിഫ് മുകളിലേക്ക് കയറി വന്ന് ജീനയുടെ കാലിൽ പിടിക്കും. ജീന എന്താ ചെയ്യുന്ന വെച്ചാല് തന്റെ കാല് വെച്ചിട്ട് 2-3 ചവിട്ട അവന്റെ മുഖത്തേക്ക്. അതുപോലെ അവളുടെ കാലിലിരുന്ന ആ ഒരു കത്തി അതെടുത്ത് ക്ലിഫിന്റെ കയ്യിലേക്ക് കുത്തിയങ്ങ് ഇറക്കും. ഇപ്പൊ ജീന അവിടെ നിന്നും പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ്. ക്ലിഫിനെ കാണിക്കുമ്പോഴാണെങ്കിലോ അവൻ തന്റെ കയ്യിലുള്ള ആ ഒരു കത്തി വലിച്ചൂരിയിട്ട് ജീനയെ കൊല്ലാൻ വേണ്ടി അവളുടെ പിറകെ വരുന്നു. അതേസമയം മറ്റൊരു ടെസ്റ്റ് ഈ വെള്ളത്തിനടിയിലെ ബോട്ട് മറിഞ്ഞു കിടക്കുന്നുണ്ട്. അതിനടിയിൽ കിടക്കുന്ന നമ്മുടെ നിക്ക് അവൻ വെള്ളത്തിലടിയിൽ കിടക്കുന്നു. അതേപോലെ തന്നെ അവന്റെ മൂക്ക് മാത്രം വെള്ളത്തിന്റെ മുകളിലുണ്ട്. എന്താന്ന് വെച്ചാല് അവന്റെ തലയുടെ പിറകിലുള്ള ആ ഒരു തോല് മാത്രം ഇളകി കിടക്കാണ്. വേറെ ഒന്നല്ല, അവന്റെ തലയിൽ ടൈറ്റാനിയം വെച്ചിട്ടാണല്ലോ പിടിച്ചിരിക്കുന്നത്. അതിലാണ് ബുള്ളറ്റ് കൊണ്ടത്. അതുകൊണ്ട് അവന് വലിയ കുഴപ്പമില്ല, മരിച്ചിട്ടില്ല. ഇപ്പൊ അവന്റെ സ്കിൻ എടുത്ത് വീണ് തിരിച്ചു വെച്ച് തലയിൽ ഒരു തൊപ്പി എടുത്ത് വെച്ചിട്ട് കയ്യിലുള്ള ആ കോടല എടുത്ത് വെച്ച് ഇപ്പൊ വാടാ മോനെന്ന് പറഞ്ഞ് നിക്കിനി മുകളിലേക്ക് വരാൻ പോവാണ്. ഇവിടെ ജീനയാണെങ്കിലോ ജീവനും കൊണ്ട് ഓടുന്നു. ജീനയുടെ പിറകെ ക്ലിഫ് ഒരു തോക്കും വെച്ചിട്ട് അവളെ കൊല്ലാൻ വേണ്ടി അവളുടെ പിറകെ വരുന്നു. ഇവരുടെ പിറകെ നിക്കും. അതേസമയം ജീനയാണെങ്കിലോ എങ്ങനെയായാലും ആ ഒരു ബീച്ചിനടുത്തേക്ക് തന്നെ അവൾ വരും സഹായം ചോദിക്കാൻ വേണ്ടി. കാരണം അവിടെയാണല്ലോ ഒരുപാട് പേരുള്ളത്. അതുകൊണ്ട് അവർ വരുന്നതിന് മുന്നേ തന്നെ സിഡ്നി ആ ഒരു കയാക്കിംഗ് ബോട്ടും എടുത്ത് അവൾ ആ ഒരു ബീച്ചിലേക്ക് വന്നു. അങ്ങനെ ജീന എന്താ ചെയ്യുന്ന വെച്ചാല് അവള് മുകളിലേക്ക് കയറിപ്പോയാലും ഒരു കയറ് വഴി
അതുവഴി തന്നെ പിടിച്ചു പിടിച്ച് താഴെ ഇറങ്ങുമ്പോൾ അവിടെ ഒരു 4 പേരുണ്ട്. അവരെ കാണുന്നത് പ്ലീസ് എന്നെ രക്ഷിക്കണം, എന്നെ കൊല്ലാൻ വേണ്ടി ഒരു കൊലയാളി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ സഹായം ചോദിക്കുമ്പോൾ ഇവിടെ ക്ലിഫ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതേപോലെ തന്നെ സിഡ്നിയും മോഡി ഇവിടേക്ക് വരും. എന്നിട്ടാണ് ഇവര് രണ്ടുപേരും പെട്ടെന്ന് അവരുടെ മുന്നിൽ ഹേയ് ഇല്ലില്ല, നിങ്ങൾ അവൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത്, കാരണം അവൾ ഇവിടെ വന്നിട്ട് കഞ്ചാവെല്ലാം വലിച്ച് ബോധമില്ലാതെ നിൽക്കാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം പറയുന്നത് എന്ന് പറയുമ്പോഴാണ് ആ കൂട്ടത്തിൽ എന്തായാലും ബുദ്ധിമാനായിട്ടുള്ള ഒരുത്തനെങ്കിലും ഉണ്ട്. അവൻ പെട്ടെന്ന് ഓക്കെ കഞ്ചാവ് അടിച്ചത് അവളാണെന്ന് പറയുന്നു. പക്ഷെ നിന്റെ കണ്ണെന്താ ഇങ്ങനെ മാറിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നതും ക്ലിഫിന് മനസ്സിലായി പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ആ ഒരു തോക്കെടുത്ത് അവിടെയുള്ള 4 പേരെ ഷൂട്ട് ചെയ്തവൻ കൊല്ലാണ്. അങ്ങനെ അവരെ കൊന്നിട്ട് നിൽക്കുന്നതും പെട്ടെന്ന് പുറകിലൂടെ കാണിക്കുമ്പോൾ നമ്മുടെ നിക്ക് മുകളിൽ നിന്നും ആ ഒരു കൂടാലി കൊണ്ട് താഴേക്ക് ചാടുകയാണ്. ക്ലിഫ് ആണെങ്കിലോ കൈ പൊക്കിങ്ങനെ നിൽക്കുന്നതും അവന്റെ കയ്യിലേക്ക് ഒരു ഒറ്റ വിട്ട് അങ്ങനെ 2 പേര് താഴെ വീഴുന്നതും കാണിക്കുമ്പോൾ പോലീസ് ഈ ദ്വീപിലേക്ക് വരുന്നു. അപ്പൊ പോലീസ് വരുമ്പോഴത്തേക്കും സിഡ്നി എന്താ ചെയ്യുന്ന വെച്ചാല് അവൾക്കാണ് ബാധിക്കപ്പെട്ടത് എന്നും പറഞ്ഞ് അവള് കൈയും കാണിച്ചുകൊണ്ട് ഓടിച്ചെല്ലുന്നു. അതേസമയം ഇവിടെയാണെങ്കിലോ നമ്മുടെ നിക്ക് ആ ഒരു കത്തിയെടുക്കുന്നു. ക്ലിഫ് ആണെങ്കിൽ തോക്കെടുത്തിട്ട് നിക്കിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും കൈ മുറിഞ്ഞത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ നിക്ക് നടന്ന് അടുത്തേക്ക് വന്ന് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു തോക്കും പിടിച്ചു വാങ്ങിയിട്ട് അവന്റെ കഴുത്തിലേക്ക് വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും കറക്റ്റ് സമയത്ത് അവിടെ മുകളിൽ പോലീസ് വരുന്നു. പോലീസ് വരുമ്പോഴത്തേക്ക് ആ ഒരു ഹെലികോപ്റ്ററിൽ സിഡ്നി ഇരിപ്പുണ്ട്. എന്നിട്ട് അവർ സ്നൈപ്പർ വെച്ച് ഇതിൽ ആരാണ് യഥാർത്ഥ കൊലയാളി എന്ന് സിഡ്നിയോട് ചോദിക്കും. ഒരുപക്ഷെ നമ്മൾ തെറ്റായിട്ടുള്ള ഒരാളെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് പെട്ടെന്ന് പറയുമ്പോൾ അവള് മിണ്ടാതെ തന്നെ ഇരിക്കും. ഇപ്പൊ പോലീസിനും കൺഫ്യൂഷനായി, സിഡ്നി ആരുടെ പേര് പറയുന്നുള്ള ടെൻഷനുമായി. അത് നമുക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ജീന ഓടി വന്നിട്ട് നിക്കിനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് അവരെ പിടിച്ച് മാറ്റി കാലുകൊണ്ട് കറങ്ങി ഒരു ഒറ്റയടി ക്ലിഫിനെ അടികൊണ്ട് ക്ലിഫ് താഴെ വീഴുന്നതും ഇപ്പൊ ക്ലിഫ് പെട്ടെന്ന് തോക്കെടുക്കാനായിട്ട് വരുമ്പോ സിഡ്നി പറയും നിങ്ങൾ ആരാണ് കൊലയാളി എന്ന് ചോദിച്ചില്ലേ, ദേ ആ തോക്കെടുക്കാൻ പോകുന്നവനാണെന്ന് പറയുന്നതും ഇവർ കറക്റ്റ് ക്ലിഫിന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അവ മരിച്ച് താഴെ വീഴും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പോലീസ് താഴേക്ക് വന്ന് നിക്കിനെ ജീനനെ അവിടെ നിന്നും ട്രീറ്റ്മെന്റിനായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുവന്നു. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ടെസ്റ്റ് ഈ മൂവിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആണോ ഇല്ലയെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.